മോഡലും സിനിമാ താരവുമാകാൻ ആഗ്രഹിക്കുന്നവരാണ് നമ്മിൽ പലരും. പക്ഷേ എവിടെ തുടങ്ങണമെന്ന് നമ്മൾക്കാർക്കും അറിയില്ല. അത്തരക്കാർ പരിചയപ്പെടേണ്ട രണ്ടുപേരെയാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത്. കൊച്ചിയിലെ മോഡലിംഗ് രംഗത്ത് തിളങ്ങി നിൽക്കുന്ന ജൂഡ് ഫെലിക്സ് ആൻഡ് ഡാലു കൃഷ്ണദാസ്. കേരളത്തിലുടനീളം ഹോട്ടലുകളും റിസോർട്ടുകളുമുള്ള അബാദ് ഗ്രൂപ്പിന്റെ എറണാകുളം MG റോഡിലുള്ള അബാദ് ഏട്രിയം ഹോട്ടലിലാണ് ജൂഡിനെയും ഡാലുവിനെയും നമ്മൾ കാണാൻ പോകുന്നത്. Hello, my name is Jude Felix. I'm a show director, choreographer, groomer, wedding planner, event organizer and also stylist. എറണാകുളംകാരനാണ്, based out in Bangalore also. എനിക്ക് ഒരുപാട് വർക്കും അതുപോലെ ഒരുപാട് റെഫറൻസ് ഒക്കെ അല്ലെങ്കിൽ എനിക്ക് ഒരുപാട് ഹെൽപ്പ് ചെയ്ത ഒരു വ്യക്തി എന്ന് പറയാം. എൻ്റെ ഒരു മെന്ററാന്ന് പറയാം. ജൂഡ് ബഡി എന്താ പറയുക, എന്നെ പോലെ തന്നെ ഒത്തിരി മെയിൽ മോഡൽസ്, മെയിലും ഫീമെയിൽ ആയിക്കോട്ടെ, ഒത്തിരി മോഡൽസിന് ലൈഫ് കൊടുക്കുക, അവരെ ഹെൽപ്പ് ചെയ്യുക. അതൊരു ഡാലുണ്ട് കേരളത്തിൽ പറയുകയാണെങ്കിൽ. അപ്പോൾ എന്തായാലും ഈ രണ്ടുപേരൊക്കെ എനിക്ക് പേരെടുത്ത് പറയാൻ പറ്റില്ല, ഡാലുവും ജൂഡും. അപ്പോൾ ജൂഡ് ഫെലിക്സ്, ഗോഡ് ബ്ലസ് യു ബ്രദർ, സേഫ് ആയിട്ടിരിക്കുക, ഹെൽത്ത് ആയിട്ടിരിക്കുക. ഇൻഷാല്ലാ സീ യു സൂൺ. ഗോഡ് ബ്ലസ് യു. So hi dears, so this is Dalu Krishnadas. മലയാളിയാണ്, ജനിച്ചത് കാലിക്കറ്റിൽ, പഠിച്ച് വളർന്നൊക്കെ ഊട്ടിയിലായിരുന്നു സ്കൂളിംഗ് ഒക്കെ. After that I done my degree in hotel management and fashion designing. Hotel management ചെന്നൈയിലായിരുന്നു, പിന്നെ ഫാഷൻ ഡിസൈനിങ് ബാംഗ്ലൂരാണ് ചെയ്തിരുന്നത്. ഹലോ, എനിക്ക് തോന്നുന്നു ഡാലുവിനെ പറ്റി അങ്ങനെ രണ്ട് വാക്കിലോ അല്ലെങ്കിൽ ചെറിയ ഒരു സെന്റൻസിൽ എനിക്ക് അങ്ങനെ ഐ കാൻ കംപ്ലീറ്റ് ഇറ്റ്. ബിക്കോസ് 2013-14 മുതലുള്ള എൻ്റെ ലൈഫിലെ ജേർണിയിൽ ഡാലു ഹാസ് ബീൻ എ വെരി ഇമ്പോർട്ടൻറ്റ് പാർട്ട്. ബിക്കോസ് മിസ് മലബാർ എന്ന് പറയുന്ന കോമ്പറ്റീഷനിലൂടെയാണ് ഞാൻ ഡാലുവിനെ കാണുന്നത്. അപ്പോൾ എല്ലാ സമയത്തും ഞാൻ ഏത് ഇൻ്റർവ്യൂസ് കൊടുക്കുമ്പോഴും ഞാൻ പറയാറുണ്ട്, ഞാൻ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ അല്ലെങ്കിൽ ലൈഫിൽ ഇങ്ങനത്തെ ഒരു പൊസിഷനിൽ ഞാൻ എത്തി നിൽക്കുന്നതിൽ ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്. അതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫാക്ടറാണ് ഡാലു. ബിക്കോസ് എൻ്റെ ഫാഷൻ ഗുരു, എൻ്റെ ഫാഷൻ കൊറിയോഗ്രാഫർ എന്ന് പറയുന്നത് എന്നെ പേഴ്സണലി ട്രെയിൻ ചെയ്തിട്ടുള്ളൊരു വ്യക്തി ഡാലു ആണ്. അന്നത്തെ കാലത്ത് കൊച്ചിയിൽ മോഡൽസ് എന്ന് പറയാൻ ചുരുക്കം ഉണ്ടായിരുന്നുള്ളൂ. ഒന്നാമത്തെ ഇവിടുത്തെ ആൾക്കാർക്ക് ഒരു ലെയ്ഡ് ബാക്ക് ആയിരുന്നു. ഇവിടെ മോഡലിംഗ് ഇൻഡസ്ട്രിയിലേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് നോട്ട് എ ഗുഡ് ഇൻഡസ്ട്രി എന്ന് പറഞ്ഞിട്ടുള്ളൊരു പ്രശ്നം ഉണ്ടായിരുന്നു. ഒരു ഷോർട്ട് ഡ്രസ്സ് ഇട്ടാൽ ഓക്കെ, ആ കുട്ടി പോക്കാണ്. കാരണം അങ്ങനെ ഒരു എക്സ്പീരിയൻസ് എനിക്കുണ്ടായി. കാരണം ഞാൻ ഇവിടെ സണ്ണി ഡയമണ്ട്സിൻ്റെ ഷോ ചെയ്യാൻ വേണ്ടിയിട്ട്, അന്നൊക്കെ ഞാൻ ചെന്നൈയിലാണ് സെറ്റിൽ ചെയ്തിരുന്നത്. ഞാൻ ഷോ ചെയ്യാനാണ് കേരളത്തിൽ വന്ന് ഷോ ചെയ്ത് തിരിച്ചു പോകും, അത്ര തന്നെ. അങ്ങനെ ഞങ്ങൾ ഷോ കഴിഞ്ഞപ്പോൾ എൻ്റെ കൂടെ വന്ന മോഡൽസ് പറഞ്ഞ് ദേ വോണ്ട് ടു ഗോ ആൻഡ് സീ ദ മെറൈൻ ഡ്രൈവ്, ആ ഒരു ബാക്ക് വാട്ടർ റൈഡൊക്കെ എടുക്കണം എന്ന് പറഞ്ഞാൽ ഞങ്ങളൊരു വന്ന് 12 കുട്ടികളായിട്ട് ഉണ്ടായിരുന്നു തോന്നുന്നു എൻ്റെ ഓർമ്മയിൽ. ലൈക്ക് ബോംബെയിൽ നിന്നും ഡൽഹിയിൽ നിന്നും ചെന്നൈയിൽ നിന്നും ബാംഗ്ലൂരിൽ നിന്നൊക്കെ ആയിരുന്നു മോഡൽസ് വന്നിരുന്നത്. സോ വി വർ ജസ്റ്റ് സ്റ്റെപ്പിംഗ് ഡൗൺ. ഞങ്ങൾ ടെമ്പോ ട്രാവലറിൽ വന്ന് മെറൈൻ ഡ്രൈവിൽ നിന്ന് ഇറങ്ങി ഞങ്ങൾ ഉള്ളിൽ നടക്കുമ്പോൾ 2 പോലീസുകാർ വന്ന് വെച്ച് എന്താ അവിടെ നിന്ന്. അപ്പോൾ നമ്മൾ വി കെയിം ഡൗൺ ഫോർ ദ അല്ല അവരൊക്കെ കോലം കണ്ടാലറിയാം വേറെ ആവശ്യത്തിനൊക്കെ വന്നതാണ്. See, that is the mentality the people had it in Kerala. If the girl dress up in a short dress or a thing, little exposure, that means they are bad. പക്ഷേ ആ ഒരു ജേർണി ഞങ്ങൾ അവിടെ ബ്രേക്ക് ചെയ്യാണ്ട് തുടർന്ന് വന്നതുകൊണ്ട് ഇന്ന് ഫാഷൻ ലോകം, അന്നൊരു ഫാഷൻ വീക്കൊക്കെ കാണണമെങ്കിൽ ഒന്ന് ലാക്മി ഫാഷൻ വീക്ക് മുംബൈയിലും വിൽസ് ഫാഷൻ വീക്ക് ഡൽഹിയിലും മാത്രമേ ഉണ്ടായിട്ടുണ്ടായിരുന്നുള്ളൂ. ഇന്ന് എത്ര ഫാഷൻ വീക്സ്, എത്ര ഡിസൈനേഴ്സ്, ടോപ്പ് ഡിസൈൻ, മനീഷ് മൽഹോത്ര, മനീഷ്, റിതു കുമാർ, റിതു ബേരി, ആരഫ് നെയിം ഇറ്റ്, they are all came down at least once they showcase the collection. Now they are also looking forward because അതിൻ്റെ ഒരു ഭാഗമായിട്ടാണല്ലോ ഇന്ന് പല ഡിസൈനേഴ്സും ഇവിടെ സ്റ്റോഴ്സ് ഒക്കെ ഓപ്പൺ ചെയ്തിരിക്കുന്നത്. That means yes, Kerala has been grown up and Kerala has become the fashion hub. Hi, this is Ranjini Jose and here I am to talk a few words about my very dear friend and a very talented man, Felix. അതിനെ ഞങ്ങൾ ഭയങ്കര സ്നേഹത്തോടെ അച്ചായൻ എന്നാണ് വിളിക്കുക. ഫിലിക്സ് ഐ നോ സിൻസ് 21 years now. ഞാൻ സെൻറ്റ് റീസേഴ്സിൽ ഗ്രാജുവേഷൻ ചെയ്യുമ്പോൾ ഐ മെറ്റ് ഹിം ത്രൂ വൺ ഓഫ് അവർ റാംപ് ഷോസ്. ഹീഡ് കം ടു കൊറിയോഗ്രാഫ് ഇറ്റ് ആൻഡ് ഐ വാക്ക്ഡ് ദ റാംപ് ഫോർ ഹിം on multiple occasions, I think. I don't remember ennakkeyaanallathu, but we had a ball of a time. From then onwards, he's always been in my friend circle and I have a long lasting friendship with him over 21 years. And I'm really happy he's still in touch and we hang out whenever he's here. I get to see him. So here's wishing all the very best. Achayo, ella sandoshum, work inde endha paraya, abundance ellam undavate. I love you a lot. Because some of the names are already well established here. For instance, Haryanand is still there, Shalini is there, Purnima Indrajit, Lablam, Sachika,
all these people are like well-known names there. Salt. But also there are a lot of young designers who's come up with really good, amazing collections actually. Not only just the wedding collections in terms of the saris or cotton saris or western wear, there's a lot of designers are coming. So I would say Cochin, as I told you, Cochin is really picking up, and also I met a lot of good designers from Calicut also, because I did a lot of fashion weeks, so I get to meet a lot of designers. ആദ്യമൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു വെഡിങ് വന്നാൽ ഓൺലി കാഞ്ചീപുരം, ഷീമാട്ടി, ഒജയലക്ഷ്മി, കല്യാണം, ഇവിടെ എവിടെയും പോകുന്നത്. പക്ഷേ അതിന്നൊക്കെ ഒത്തിരി ഇപ്പോൾ ഒരു 6 to 7 years, ഓൾമോസ്റ്റ് 8 years ഒക്കെ ആയിട്ട് ഒത്തിരി ചേഞ്ചസ് വന്നിട്ടുണ്ട്. നൗ എവറി ബ്രൈഡ് ഓർ ഗ്രൂം ലുക്ക് ഫോർവേഡ് because they want to be unique. ഇന്നൊരു ബ്രൈഡിനെ എടുത്ത് നോക്കിയാൽ ബ്രൈഡ് ഇസ് സോ അവെയർ വാട്ട് ഷീ ഹാസ് ടു വെയർ. ഇന്ന് പണ്ട് കാലങ്ങളിൽ കല്യാണം തലേ ദിവസം കല്യാണം ഒരു വിരുന്ന്, ഇത് മൂന്നേ ഉണ്ടായിരുന്നുള്ളൂ. ഇന്നിപ്പോൾ ആ ട്രെൻഡൊക്കെ മാറി. ഇന്നിപ്പം നമുക്ക് മെഹന്തി ഉണ്ട്, ലൈക്ക് സംഗീത് ഉണ്ട്, വി ഹാവ് ലൈക്ക് പ്രീ വെഡിങ്, ബാച്ചിലേഴ്സ് പാർട്ടി, വെഡിങ് ഡേ, റിസപ്ഷൻ. സോ അറ്റ്ലീസ്റ്റ് 6 to 7 functions is there. Even the designers have to be more like അവരും ഒത്തിരി തിങ്ക് ചെയ്യാനും ക്രിയേറ്റിവിറ്റിയും കൂടി വന്നു. കാരണം അവരെ കസ്റ്റമേഴ്സ് വന്നിട്ട് ഓക്കെ ഞങ്ങൾക്ക് ഇങ്ങനത്തെ ഡിസൈനാണ് വേണമെന്ന് പറയുമ്പോൾ ഇവർക്ക് ഒരിക്കലും വേണ്ടാന്ന് പറയാൻ പറ്റില്ലല്ലോ. A show director means I'm in charge for the entire whole concept, or rather conceptualizing the whole show in terms of the models, who's coming on board as the designers, who's in the backstage, who's doing the hair and makeup, how the stage has to be, how the light has to be, flow of the show. That is the show director's job. Wherein choreographer means you're just calling the models and putting them, choreographing and putting across for the show. I'm happy to say that I'm a good show director. I'm not boasting, but അൺപ്രൊഫഷണൽ ആയിട്ടുള്ള ആൾക്കാർ, കാരണം എനിക്ക് ഉറപ്പായിരുന്നു അന്ന് ജൂഡും ഞാനും അല്ലാണ്ട് ഇന്ന് അന്ന് കേരളത്തിൽ വേറെ ആരും ഉണ്ടായിരുന്നില്ല അവരൊരു പ്രോപ്പറായിട്ട് ഗൈഡ് ചെയ്യാനൊക്കെ. കാരണം എങ്ങനെ അവരുടെ അടുത്ത് പൈസ ഉണ്ടാക്കാം, ഈ ഒരു ചിന്ത മാത്രമേ മറ്റുള്ളവർക്ക് ഉണ്ടായിരുന്നേ ഉള്ളൂ. കാരണം പോർട്ട്ഫോളിയോസ് എന്ന് പറഞ്ഞിട്ട് അവരുടെ അടുത്ത് 35,000, 40,000, 50,000 മീൻസ് ഇന്നത്തെ പോലെ സോഷ്യൽ മീഡിയ ഒന്നും അന്ന് ഉണ്ടായിരുന്നില്ല. അപ്പോൾ അവർക്ക് ഞങ്ങളടുത്ത് റീച്ച് ചെയ്യാനും വളരെ ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ എത്തിക്കഴിഞ്ഞാൽ അപ്പോഴത്തേക്ക് ഇവർ ഇങ്ങനത്തെ ആൾക്കാർ അവരെ വലയിട്ട് പിടിച്ചു ഫോട്ടോസോ ക്ലിക്ക്. ആൻഡ് ആക്ച്വലി ദീസ് പീപ്പിൾ ആർ സ്പോയിലിംഗ് ദാറ്റ് അവരൊരു ഡ്രീമാണ് അവർ സ്പോയിൽ ചെയ്യുന്നത്. കാരണം നോട്ട് എവ്രി വൺ ക്യാൻ ബിക്കം എ മോഡൽ. ഇപ്പം നോക്കണം 10 കുട്ടികളെ നോക്കണം 10 പേർക്ക് മോഡൽ ആവണം. ബട്ട് ദേ വോണ്ട് മൈറ്റ് അതിൻ്റെ അകത്ത് 1-2 പേരേ ഉള്ള ഓരോ ക്രൈറ്റീരിയാസ് എത്തുന്നത്. അപ്പം അത് മനസ്സിലാക്കണം ആദ്യം കുട്ടികൾ. പക്ഷേ അതിനൊക്കെ ഒത്തിരി മാറ്റം വന്നിട്ടുണ്ട് ഇപ്പം നോക്കുമ്പോൾ. കാരണം ഇപ്പം നമുക്ക് നല്ല കുട്ടികൾ, നല്ല ഇപ്പം ഇവിടുന്ന് കേരളത്തിൽ നിന്ന് മിസ് ഇന്ത്യക്ക് വരെ പോയിട്ട് വരുന്നു കുട്ടികൾ. സോ ഇതിനെപ്പറ്റി ഞാനും ജൂഡൊക്കെ ഇതിനെപ്പറ്റി കുറേ സംസാരിച്ചു, എഡ്യൂക്കേറ്റ് ചെയ്തത് കൊണ്ട് ആൾക്കാർക്ക് മനസ്സിലായി ഓക്കെ ഇത് ഇങ്ങനെയാണ്. ദേ ഹാവ് ടു ടേക്ക് ഇറ്റ് പ്രൊഫഷണലി. പിന്നെ ഇപ്പം വരുന്നതെന്ന് പറഞ്ഞാൽ എല്ലാം നല്ല ഫാമിലിയിൽ നിന്നുള്ള കുട്ടികളുമാണ്. എല്ലാവരും വെൽ എഡ്യൂക്കേറ്റഡ് ആണ്. ദേ നോ ടു സേ നോ വേർ ദേ ഹാവ് ടു സേ നോ. സോ ഇപ്പം നമുക്കൊരു 10 മോഡൽസിനെ വേണമെങ്കിൽ അറ്റ്ലീസ്റ്റ് 6-7 പേരെ നമുക്ക് ഇവിടുന്ന് എടുക്കാവുന്ന ആ കാറ്റഗറി, മോഡലിംഗ് കാറ്റഗറിയിൽ പെട്ടുന്ന എല്ലാ ക്രൈറ്റീരിയാസിലും പെടുന്ന മോഡൽസ്. ഇന്നിപ്പം ഇവിടുന്ന് മോഡൽസ് പോയി ലാക്മിയിൽ വരെ നടന്നു. സി ദ ഗ്രോത്ത് ഓഫ് ദ തിങ്. ഒരു മോഡലിന് പോർട്ട്ഫോളിയോ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അത് ഇൻഡസ്ട്രിയിൽ കയറുമ്പോൾ ഉടനെ തന്നെ പോർട്ട്ഫോളിയോ എടുക്കുന്നത് നമ്മൾ ഒരിക്കലും അവരോട് സജസ്റ്റ് ചെയ്യാറില്ല. എന്ന് വെച്ചാൽ ഒരു പോർട്ട്ഫോളിയോ എടുക്കണമെങ്കിൽ അതിൻ്റെ ആയിട്ടുള്ള റൈറ്റ് ആറ്റിറ്റ്യൂഡും കുറച്ചെല്ലാം ഒരു മോഡലാകാൻ കുറച്ച് പണിയുള്ള പരിപാടിയാണ്. ഇറ്റ്സ് നോട്ട് എ വെരി സിമ്പിൾ തിങ്. സോ ഫോർ എ പേഴ്സൺ once they are totally groomed by themselves, they need to get a good portfolio done, which is very important for an agency to understand this particular person, the girl or the boy, can't
ഫേസ് ദ ക്യാമറ, ക്യാൻ കീപ് ദ ഗുഡ് ആറ്റിറ്റ്യൂഡ്. അങ്ങനത്തെ അതിന് വേണ്ടിയിട്ടാണ് ഒരു പോർട്ട്ഫോളിയോ എപ്പോഴും നിർബന്ധമായിട്ട് ഒരു മോഡലിന് ഒരു പോർട്ട്ഫോളിയോ നിർബന്ധമായിട്ട് വേണം. അതിന് യു ഹാവ് ടു groom this person. Also they should be able to get a good lineup of garments, at least ഒരു 4-5 ലുക്സിൻ്റെ ഒരു ഡിസൈനർ വേണം. അതനുസരിച്ചുള്ള ഒരു ക്യാമറ ക്രൂവിനെയും അതെല്ലാം നല്ലൊരു ഫോട്ടോഗ്രാഫറിനെ വെച്ചിട്ട് വേണം ഇത് ചെയ്യാൻ. ആ ഫോളിയോ ആണ് നമ്മളൊരു ഓഫീസിൽ ചെല്ലുമ്പോൾ, ഒരു ഏജൻസിയിൽ ചെല്ലുമ്പോഴോ അല്ലെങ്കിൽ ഒരു ഓഡിഷൻ ചെല്ലാൻ നേരത്ത് യു ക്യാൻ ഓൾവേസ് ജസ്റ്റ് ത്രോ ദിസ് ഇസ് വാട്ട് ഐ ആം. Basically mainly we divided into we have a RAM model, we have a print model, we have a commercial model. So RAM model, yes, there is a criteria how to be a model. The male model height minimum should be 5'10" and above, and female model should be 5'6" and above. സോ ഈ ഒരു ക്രൈറ്റീരിയ അല്ലാത്തവരെ നമുക്ക് ഒരിക്കലും ഒരു റാമ്പിൽ ഇറക്കാൻ പറ്റില്ല. കാരണം ദ ഡിസൈനേഴ്സ് ദേ സ്പെൻഡിങ് സോ മച്ച് മണി ആൻഡ് ദേ മേക്കിംഗ് എ ഗാർമെൻറ്റ് ആൻഡ് ബ്രിങ്ങിങ് ഇറ്റ്. അപ്പോൾ അത് ബേസിക് ഹ്യൂമൻ ബീങ് സ്ട്രക്ചറിലാണ് അവർ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ബേസിക്സ് ഒരു സ്ലൈറ്റ് ഓൾട്രേഷനെ അവർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാണ്ട് ഈ 5'10" ഹൈറ്റിലെ ഒരാളെ ഒരു ഗാർമെൻറ്റ് കൊണ്ട് 5'6" ഹൈറ്റിലെ ഒരു പയ്യനെ എങ്ങനെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും? ഇഫ് ഇറ്റ്സ് എ പ്രിന്റ് മോഡൽ, height, weight, your age, nothing is matters here. It's only you should have a good photogenic face and you should be good at the posing. So that comes to the print model. And the commercial model, you should have a good camera face and acting skill. So avadiyum ee height or weight according to the requirement of a thing, of a what is it, the product and the requirements അനുസരിച്ചിട്ടേക്കും അവിടെ മോഡൽസ് ഉണ്ട്. Hi, hello everyone. This is Meenakshi Ravindran. Just wanted to talk a few words about Jude Felix sir. He was my mentor for Miss Millennial Beauty Pageant conducted by Manorama Online. Talking about Jude sir is not that difficult because I still remember many girls in Miss Millennial were not that aware of how to hit a ramp, how to walk on a ramp, how to pose on a ramp and stuff like that. But he made sure that he is molding each and every one of us to supermodels. We girls were in fact I was very diffident to walk on a ramp before his sessions, but after his sessions my confidence level has went up like a rocket. I still carry that confidence level inside me. I have done shows with Haryanand, Shalini of course, and I've done a major show with Joyalikas, which is with all the Miss Indias came down and all the top models. Almost all the Kerala, I'm in the fashion leagues in Cochin, like the Kerala Fashion League, Ideal, IFL, KFF. So Fashion Week means one day show with almost about 18 to 20 designers, which is a huge responsibility. എല്ലാ വർഷവും ഇപ്പം ഓൾമോസ്റ്റ് 10 to 12 ബ്യൂട്ടി പേജൻസ് ചെയ്യുന്നുണ്ട്. ഐ ഡൺ ഓൾമോസ്റ്റ് മോർ ദാൻ 1000 ഫാഷൻ ഷോ ചെയ്തു. മോർ ദാൻ അറൗണ്ട് 150 ഫാഷൻ വീക്സ് ചെയ്തു. ടിൽ നൗ ഐ ഹാഡ് ഗ്രൂംഡ് അറൗണ്ട് 5,268 female models and 1,100 and something. And Dalu is familiar to Kerala. He had been working with all the modeling around and he knows to walk better than the best models now. In 2008 റീമ കല്ലിങ്കലിനെ മിസ് കേരള അതിന് ഞാനായിരുന്നു ഗ്രൂം ചെയ്തിരുന്നത്. Then Amala Paul in a beginning stage starts working with me. Noorin Sharifne Miss Kerala Fitness and Fashion അതിൽ ഞാനായിരുന്നു ഗ്രൂം ചെയ്തിരുന്നത്. പ്രിയ വാര്യർ തൃശ്ശൂരിലെ ഫസ്റ്റ് കരിയറിൽ അവരുടെ ഫസ്റ്റ് സ്റ്റെപ്പ് അതിലായിരുന്നു. മലയാളി മങ്ക എന്ന് പറഞ്ഞിട്ട് തൃശ്ശൂർ, അതിലായിരുന്നു ഞാൻ ആദ്യമായിട്ട് ഗ്രൂം ചെയ്തിരുന്നത്. അങ്ങനെ എൻ്റെ കൂടെ 2-3 ഷോസൊക്കെ ചെയ്ത് ദെൻ ഫ്രം ഇതൊക്കെ പിന്നെ ദുർഗ കൃഷ്ണ മിസ് മലബാറിലുണ്ടായിരുന്നത്, അഖില മോഹൻ, അങ്ങനെ ഒത്തിരി പേര് ലൈഫിൽ ഒരു ഭാഗമാകാൻ പറ്റിയതിൽ തന്നെ വളരെയേറെ സന്തോഷമുണ്ട്. I'm happy to announce I'm going to start something in Cochin. മൊത്തം കേരള ബേസ്ഡ് ആയിട്ടുള്ള മോഡൽസിന് ഒരു
നല്ലൊരു ഗ്രൗണ്ട് ആയിട്ട് ഞാനൊരു ഗ്രൂമിങ് സെക്ഷൻ തുടങ്ങാൻ പോവാണ് ഇവിടെ കൊച്ചിയിൽ. സോ ഇറ്റ്സ് ഗോണ സ്റ്റാർട്ട് വെരി സൂൺ. അതിലെല്ലാം ഉണ്ട്. അതായത് പേഴ്സണൽ ഗ്രൂമിങ്, റാം, പേജൻ ഗ്രൂമിങ്. ഒരു പേജിന് പോകുമ്പോഴേക്കും നമ്മൾ എങ്ങനെ പ്രസൻറ്റ് ചെയ്യണം, എങ്ങനെ ഒരു ജഡ്ജിനോടൊരു ക്വസ്റ്റ്യൻ ആൻസർ റൗണ്ട് എത്രത്തോളം കോൺഫിഡൻ്റ് ആയിട്ട് ക്യാരി ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നമ്മളൊരു പബ്ലിക് ഇവൻറ്റിന് പോകാൻ നേരത്ത് അല്ലെങ്കിൽ ഒരു പബ്ലിക് ഫംഗ്ഷന് പോകുമ്പോൾ ഹൗ ടു ക്യാരി യുവർ സെൽഫ്. These are all the things in aspect of the grooming section we're going to do, and also acting also. Appa young boys and girls and the people older also grooming them to get into a good portfolio. Also the established models avarku endaayittulla show obviously avarku undavum. So ഞാനായിട്ടുള്ള എൻ്റെ ഷോന് I am going to be the show director and the choreographer. Also upcoming മോഡൽസിനും അവർക്കും ഇതൊരു പ്ലാറ്റ്ഫോമാണ്. പിന്നെ അവർക്കതായിട്ടുള്ള ഒരു നല്ലൊരു പോർട്ട്ഫോളിയോ ചെയ്തു കൊടുക്കുക. അതിൻ്റെ ഒരു പ്രോപ്പറായിട്ടുള്ള സെറ്റപ്പ് നമ്മൾ ചെയ്തു കൊടുക്കുന്നത്. അതായത് അവരുടെ ഗാർമെൻറ്റ്സ് തൊട്ട് ദ ലുക്സ് എവറിത്തിങ് ഇറ്റ്സ് ഗോയിങ് ടു ബി കംപ്ലീറ്റ്ലി പ്ലാൻഡ് ഔട്ട് ഫോർ ദി പോർട്ട്ഫോളിയോ, ആൻഡ് ദാറ്റ് ഈസ് ഗോയിങ് ടു ബി distribute with the tie-up with the other agencies which I am already tied up with. പിന്നെ പ്രൊഡക്ഷൻ ഹൗസ്, അതായത് മൂവിയിലേക്കുള്ള ഒരു പ്രൊഡക്ഷൻ ഹൗസായിട്ടുള്ളൊരു ടൈപ്പ് ഉണ്ട്. അപ്പോൾ ഇതെല്ലാം അവർക്കുള്ള ഒരു നല്ലൊരു സ്റ്റെപ്പ് സ്റ്റോൺ ആയിട്ടാണ് ഞാൻ ഈ ഏജൻസി തുടങ്ങുന്നത്. I have a company called Dalu Fashion Factory. It is a DFF where we service on the classes, on the grooming classes. Adu njan ipo grooming classes certified course pole aakkunnu. Like it is, we have 1 day workshop, 1 week classes, 15 days classes and 1 month classes. അങ്ങനെയാണ് ഇതിൻ്റെ സെഗ്മെൻറ്റ്സ് വരുന്നത്. സോ ഐ എം ഇൻടു ഗ്രൂമിങ്, കൊറിയോഗ്രാഫി, ഷോ ഡയറക്ഷൻ, പോർട്ട്ഫോളിയോസ്, celebrity management. So now future plans, I've made my Dalu Fashion Factory into a private limited company. So it is going to be launched soon. I'm relaunching my company soon. So ഇപ്പം ഞാൻ അതൊരു ഒരു പ്ലേസ് ഒക്കെ എടുത്ത് പ്രോപ്പർ ഒരു ക്ലാസ്സസ് ഒക്കെ ആയി. Now I am tying up with a university in Canada. So my courses will be certified, internationally certified. പിന്നെ ആ ഒരു ഡാലു ഫാഷൻ ഫാക്ടറിയിൽ ജോയിൻ ചെയ്യുന്ന കുട്ടികൾക്കുള്ള ഒരു ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ, ഷോസ് ചെയ്യുമ്പോൾ മോഡൽസ് ആണെങ്കിൽ ആ ഒരു ക്രൈറ്റീരിയയിൽ വരുന്ന മോഡൽസ് ആണെങ്കിൽ ഞാൻ അവരെ റാമ്പിൽ ഇറക്കും. ഇപ്പം ആക്ടിങ് താല്പര്യമുള്ള കുട്ടികളാണെങ്കിൽ, കാരണം എനിക്കിപ്പം ഏത് മൂവീസും കേരളത്തിൽ വരുമ്പം എനിക്ക് എന്തായാലും ഒരു കോൾ വരും മോഡൽസിനെ, കുട്ടികളെ ചോദിച്ചിട്ട്, ഹീറോയിസിനെയും സപ്പോർട്ടിങ് ആക്ടേഴ്സിനെയും ആക്ട്രസസിനെയൊക്കെ ചോദിച്ചിട്ട്. സോ ഇവർക്കൊക്കെ ഒരു ലൈക്ക് ഐ ക്യാൻ ഗൈഡ് ദം പ്രോപ്പർലി.